മനുഷ്യന്റെ രൂപവും താടകയുടെ മനസ്സും ക്ലോസറ്റിനേക്കാൾ പുഴുത്ത വായും ആ വായിലൂടെ രാജവെമ്പാലയെക്കാളും വിഷമുള്ള വാക്കുകൾ തുപ്പുന്ന ലസിത പാലക്കൽ എന്ന് പറയുന്ന വർഗീയ സംഘിണിയോടാണ്. ലാൽ സലാം സഖാക്കളെ, നന്മയുള്ള സുഹൃത്തുക്കളെ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ സഖാവ് ഷമീർ ഷാഹുദ്ദീൻ വർക്കല. പ്രിയപ്പെട്ടവരെ, ഒരു വീഡിയോ കാണാൻ ഇടയായി. ആ വീഡിയോ ആദ്യം ഞാൻ നിങ്ങളെ ഒന്ന് കേൾപ്പിക്കാം. അത് കഴിഞ്ഞിട്ട് ബാക്കി ഞാൻ പറയാം. ഒരു കാര്യം നിങ്ങളോടൊന്ന് ചർച്ച ചെയ്യണമെന്ന് തോന്നി, പ്രത്യേകിച്ച് മുസ്ലിം സുഹൃത്തുക്കളോട്. തലശ്ശേരിയിൽ ഒരു വലിയൊരു തിറമഹോത്സവം നടന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാനത് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ ഇൻബോക്സിൽ വന്നിട്ട് ഒരുപാട് ആൾക്കാർ ഒരു വീഡിയോ ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഞാനൊരു വീഡിയോ ചെയ്യുന്നതാണ്. എന്താ സംഭവം എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരോടും കൂടിയാണ് എനിക്ക് ഈ കാര്യം പറയാനുള്ളത്. അതായത് വളരെ ഭംഗിയായിട്ട് തിറമഹോത്സവം നടന്നു. ഒന്നാമത്തെ ദിവസം അവിടെ വെള്ളാട്ടങ്ങളും രണ്ടാമത്തെ ദിവസം തറിയായിട്ടാണ്. അപ്പോൾ ആ ക്ഷേത്രത്തിലെ തിറമഹോത്സവം നടക്കുമ്പോൾ ചെണ്ട, എല്ലാ സ്ഥലത്തും ചെണ്ട വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു കാര്യമാണല്ലോ. അത് ഒന്ന് രണ്ട് ആൾക്കാർക്ക്, അതായത് അയൽവക്കത്തിലെ മുസ്ലിംസിന് തീരെ പിടിച്ചില്ല. അവര് പോയി പരാതി കൊടുത്തു. ഞങ്ങൾക്ക് ചെണ്ട മുട്ടുമ്പോൾ ഉറങ്ങാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട്. ഈ ഉത്സവം ഹിന്ദുക്കളുടെ ആചാരമാണ് അല്ലെ? ഈ ഉത്സവത്തിന് ചെണ്ട മുട്ടുന്നത് ഇവർക്ക് ഭയങ്കര വിഷമം. അത് നിങ്ങളോടൊരു കാര്യം ചോദിച്ചോട്ടെ. നമ്മളെ വീട്ടിലൊക്കെ പള്ളിയുണ്ട്, പള്ളി തൊട്ടടുത്താണ് പള്ളിയൊക്കെ ഉള്ളത്. ഈ പള്ളിയിൽ നിന്ന് 1 മണിവരെ ചിലപ്പോക്കെ വീഡിയോ കണ്ടല്ലോ. ആ വീഡിയോയിലുള്ളത് ആരാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ലസിത പാലക്കൽ അമ്മായി. ഒരുപാട് വർഗീയത പറഞ്ഞിട്ടും ആ നാട്ടിലെ ജനങ്ങൾ ചവറ്റക്കുട്ടയിലേക്ക് വലിച്ചെറിഞ്ഞ് കേരളം കണ്ട ഏറ്റവും വലിയ വിഴുപ്പ്. അവൾ പറഞ്ഞത് വേറൊന്നുമല്ല, തലശ്ശേരിയിൽ ഏതോ ഒരു ക്ഷേത്രത്തിൽ നടന്ന ഉത്സവവുമായി ബന്ധപ്പെട്ട് നടന്ന ചെണ്ടമേളം തൊട്ടടുത്ത വീട്ടിലെ മുസ്ലിം കുടുംബങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു, അവർക്ക് വളരെ പ്രയാസമുണ്ടാക്കുന്നു. അതുകൊണ്ട് അവർ പരാതി കൊടുത്തു. കേരളത്തിലെ മതസൗഹാർദ്ദത തകർക്കുന്നതിനു വേണ്ടി, കേരളത്തിലെ മതേതരത്വം തകർക്കുന്നതിനു വേണ്ടി കേരളത്തിലെ സംഖ്യകളുടെ അറിവോടുകൂടി ഉത്തരേന്ത്യയിലെ സംഖ്യകൾ ഇറക്കിയ കേരള സ്റ്റോറി 2 മൂഞ്ചി ഊമ്പി തിരിഞ്ഞു. പിന്നെ ഇന്ന് കേരളത്തിലെ ഉത്സവങ്ങളിൽ ദഫ്മുട്ടും മാപ്പിളപ്പാട്ടും ചെണ്ടമേളവും വാദ്യോപകരണ മേളങ്ങളും എല്ലാം ഒരുമിച്ച് ഒരേ മനസ്സോടെ എല്ലാ മതവിഭാഗക്കാരും ആഘോഷിക്കുന്നത് കണ്ടപ്പോൾ അമ്മായിയെ പോലുള്ളവരുടെ മൂത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണമല്ലോ. അങ്ങനെ പറഞ്ഞ കള്ളത്തരമാണിത്. ഈ ലസിത പാലിക്കലിന്റെ ഭർത്താവ് ജീവിച്ചിരിക്കെ അദ്ദേഹം പ്രവാസിയായിട്ടിരിക്കുന്ന സമയത്ത് വേറൊരുത്തന്റെ കൂടെ ഒളിച്ചോടി പോയെന്നൊക്കെയാണ് കേൾവിയുള്ളത്. അതിൽ കുട്ടികളുണ്ടോ ഇല്ലേന്നൊന്നും അറിയത്തില്ല. പക്ഷേ ലസിത പാലിക്കലിന്റെ ജന്മം അങ്ങനെയല്ല. നല്ല ജന്മമാണ് എങ്കിൽ ഈ കൊടുത്ത പരാതി ഉണ്ടല്ലോ, അതിനൊരു കോപ്പി ഉണ്ടാവുമല്ലോ. ആ കോപ്പി, ഈ പരാതി കൊടുത്തത് ഏത് പോലീസ് സ്റ്റേഷനിലാണെന്നുണ്ടാവുമല്ലോ, ആ പോലീസ് സ്റ്റേഷന്റെ പേര്, ഈ പരാതി കൊടുത്ത കുടുംബത്തിനൊരു കുടുംബ പേരും അഡ്രസ്സും ഉണ്ടാവുമല്ലോ, അത്, അവരുടെ ഫോൺ നമ്പർ, അതടക്കം നീ അടുത്ത വീഡിയോയിൽ തെളിവടക്കം നീ പോസ്റ്റ് ചെയ്താൽ ആ മുസ്ലിം കുടുംബത്തെ വിളിച്ച് ഞാൻ അടക്കമുള്ളവർ പറയും, കേരളത്തിലെ ചെണ്ടമേളവും വാദ്യോപകരണ മേളങ്ങളും ക്ഷേത്രങ്ങളിലെ ഉത്സവങ്ങളും നിങ്ങൾക്ക് അലോരസപ്പെടുത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഇന്ത്യ വിട്ട്, കേരളം വിട്ട് നിങ്ങൾ പാകിസ്ഥാനിലോട്ട് പൊയ്ക്കോളാം. സാധാരണ നിങ്ങളാണല്ലോ ഈ അന്യമതക്കാരോട് പാകിസ്ഥാനിൽ പൊയ്ക്കോളാൻ പറയുന്നത്. ഇത് ഞങ്ങൾ പറഞ്ഞോളാം, നീ പറയുന്നത് സത്യമാണെങ്കിൽ. ലസിത പാലക്കലെ, നിനക്ക് കൈയടിക്കാനും നിനക്ക് ലൈക്ക് തരാനും നിന്നെ പ്രോത്സാഹിപ്പിക്കാനും ആയിരങ്ങളുണ്ടാവും. പക്ഷെ നാളെ ചാവാൻ കിടക്കുന്ന നേരത്ത് ഒരു തുള്ളി വെള്ളം പോയിട്ട് ഒരു തുള്ളി ഗോമൂത്രം പോലും നിനക്ക് കിട്ടത്തില്ല. കാരണം നീ ഒരു മതവിശ്വാസിയാണ്. ഏത് മതത്തിൽ വിശ്വസിച്ചാലും നീ വിശ്വസിക്കുന്നത് ഒരു ദൈവത്തെയാണ്. അത് ഏത് ദൈവമായാലും ആ ദൈവം കരുണാമയനായിരിക്കും. അങ്ങനെ കരുണയുള്ള ഒരു ദൈവവും നിന്നെപ്പോലുള്ള നപുംസകങ്ങളോട് ഒരു ദയയും കാട്ടില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. മതമേതോ ആയിക്കൊള്ളട്ടെ, നീ വിശ്വസിക്കുന്ന ദൈവം ഏതോ ആയിക്കൊള്ളട്ടെ, ആ ദൈവത്തിന് കരുണയും കാരുണ്യവുമില്ലേ? ഒരു ദൈവവും പറയുന്നില്ല മറ്റു മതത്തിലുള്ള മനുഷ്യരെ കൊന്നൊടുക്കാൻ. ഒരു ദൈവവും പറയുന്നില്ല മറ്റു ആരാധനാലയങ്ങളെ തച്ചുടയ്ക്കാൻ. എല്ലാ ദൈവങ്ങളും എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നത് സ്നേഹവും സാഹോദര്യവും സന്തോഷവും സമാധാനവുമാണ്. പക്ഷെ മതത്തിന്റെ പേരിൽ മുതലെടുക്കുന്ന നിന്നെപ്പോലെയുള്ള നപുംസകങ്ങളാണ് ഞങ്ങളുടെ ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളത്തിൽ ആ സാഹോദര്യം തകർക്കാൻ ശ്രമിക്കുന്നത്. അപ്പൊ വീണ്ടും ലസിത പാലിക്കലിനോട് പറയുന്നു, നിന്റെ ജന്മം സുഹൃതമാണ്, ശരിയായ രീതിയിലുള്ളതാണ് എന്ന് നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ ഇതിനുള്ള തെളിവ് നീ തരണം. ആ തെളിവ് തരാൻ നിനക്ക് കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ മലയാളത്തിലുള്ള ഞങ്ങൾ മലയാളികൾ, നല്ലവരായ മലയാളികൾ, സംഖ്യകൾ ഒഴിച്ചുള്ള മലയാളികൾ, വർഗീയവാദികളായിട്ടുള്ളവർ ഒഴിച്ചുള്ള മലയാളികൾ, ഞങ്ങൾ ചിന്തിക്കും ഏതോ തെരുവിൽ എങ്ങനെയോ ഉണ്ടായതാണ് നീ എന്ന്. ഇത് പറയിപ്പിച്ചതാണ്. റമദാൻ മാസമായിട്ട് ഇങ്ങനെയൊന്നും പറയരുതെന്ന് കരുതിയതാണ്. പക്ഷെ നല്ല രീതിയിൽ ജീവിക്കുന്ന മനുഷ്യർക്കിടയിൽ മതിലുകെട്ടി അവരെ തമ്മിലടിപ്പിക്കാൻ ശ്രമിക്കുന്ന അപരമത വിദ്വേഷികളായ നിങ്ങളോട് ഇങ്ങനെ തന്നെ പറയേണ്ടതുണ്ട്. അപ്പോൾ അമ്മായി വെല്ലുവിളി ഏറ്റെടുക്കുമെന്ന് വിശ്വസിക്കുന്നു. ആ വിശ്വാസത്തോടു കൂടി എല്ലാവർക്കും നന്മകൾ നേരുന്നു.